ചെയ്യുക, ചെയ്തു, ചെയ്യാം, ചെയ്യാമോ, നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആകുന്ന കുറച്ച് വേർഡ്സ് ആണിത്. ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേർഡിന്റെ ഡിഫറെൻറ്റ് ഫോംസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് യൂസേജസ് ആണെന്ന് നമുക്കിത് പറയാൻ വേണമെങ്കിൽ. സോ ഇതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സോ ഇപ്പം തന്നെ പേജ് ഫോളോ ചെയ്യുക, ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കംപ്ലീറ്റ്ലി ഇരുന്ന് കാണാം. ചെയ്യുക എന്നുള്ളതിന് എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? നമ്മൾ നേരത്തെ പറഞ്ഞു, ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വേർഡിന്റെ ബേസ് ഫോമാണ്, V1 ഫോമാണ്. ചെയ്യുക എന്നുള്ളതിന് ഡു എന്നാണ് പറയാ. ഡു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം V1 ഫോമാണ്. അപ്പൊ ചെയ്തു എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? ചെയ്യുക എന്നുള്ളതിന്റെ പാസ്റ്റ് ഫോം അല്ലെങ്കിൽ V2 ഫോമാണ് ഇവിടെ വരിക. ഡൂവിന്റെ V2 ഏതാ? ഡിഡ് ആണ്. അപ്പൊ ഡിഡ് ആണ് ചെയ്തു. ചെയ്യാം എന്നുള്ളത് എന്താ? ഫ്യൂച്ചറിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വിൽ ഡു ആണ് വരിക. വിൽ ഡു. അതിപ്പോൾ ഞാനാണെങ്കിൽ ഐ വിൽ ഡു, അവളാണെങ്കിൽ ഷീ വിൽ ഡു വരും. വില്ലിൻ്റെ കൂടെ നമ്മൾ വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ആഡ് ചെയ്ത് കൊടുക്കുക, ഡു. അപ്പം വിൽ ഡു ആണ് ചെയ്യാം. ചെയ്യാമോ എന്ന് നമ്മൾ ഒരാളുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പം ചെയ്യാമോ എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? വിൽ യു ഡു എന്നാണ് ചോദിക്കുക. വിൽ യു ഡു. നീ ചെയ്യാമോ, നീ അത് ചെയ്യൂ, വിൽ യു ഡു എന്നാണ് ചോദിക്കുക. ചെയ്യില്ല എന്നുള്ളതിന് എന്താ നമ്മൾ പറയാ? വോണ്ട് ഡു. ഈ വോണ്ട് എന്ന് പറയുന്നത് വിൽ നോട്ട് ആണ്. വോണ്ട് എന്ന് പറഞ്ഞാൽ വിൽ നോട്ട് ഡു. വോണ്ട് അല്ലെങ്കിൽ വിൽ നോട്ട് ഡു. ചെയ്യില്ല, അത് ഐ ആണെങ്കിൽ ഐ വോണ്ട് ഡു ഇറ്റ്, അല്ലെങ്കിൽ ഷീ വോണ്ട് ഡു ഇറ്റ് എന്ന് പറയാം. ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് നമ്മൾ മുന്നേ എപ്പോഴും ചെയ്തിട്ടുണ്ടെന്ന് ആണ് പറയുന്നത്. അതിനെ നമ്മൾ ഹാവ് ഡൺ എന്നാ പറയാം. ഹാവ് ഡൺ. ഇവിടെ ഹാവ് വന്നതുകൊണ്ട് തന്നെ വേർബിന്റെ തേർഡ് ഫോം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡൺ എന്ന് പറയുന്നത് ഡൂവിന്റെ തേർഡ് ഫോം ആണ്. ഡു, ഡിഡ്, ഡൺ ആണ് വരുന്നത്. സോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് നമ്മൾ ഹാവ് ഡൺ എന്ന് പറയാം. സോ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. English Mitra. Stop worrying, start learning.